സർ, അവൾ സംശയത്തോടെ അവനെ നോക്കി വിളിച്ചു. അത് കേട്ടപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞെന്നുള്ള ബോധ്യം അവനുണ്ടായത്. അവൻ പെട്ടെന്ന് തൻ്റെ ചുറ്റിനെ നോക്കി. സ്റ്റാഫുകളെല്ലാം അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവരെല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞുപോയി. അപ്പോഴും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ആമി. എല്ലാ അവളുമാർക്കും ജോലി വേണം, പക്ഷെ കിട്ടിയാൽ അത് ചെയ്യുമോ അതും ഇല്ല. അപ്പോൾ അഴിഞ്ഞാടി നടക്കണം. അവൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ? കേട്ടത് സത്യമാണോ എന്നുള്ള രീതിയിൽ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അതിനവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. സാർ ഇപ്പം എന്താ പറഞ്ഞേ? ഞാൻ ഞാൻ അഴിഞ്ഞാടി നടക്കുകയാണെന്നോ? അവൾ വീണ്ടും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല. ഛേ, നിങ്ങൾക്കിതെങ്ങനെ പറയാൻ തോന്നുന്നു? കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അതിനെ പിടിച്ച് അമർത്തിക്കൊണ്ട് അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? മര്യാദയ്ക്കൊരു ജോലിയും ചെയ്യില്ല. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് അതുകൊണ്ട് ഞാനിവിടെ പുതിയതാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നറിഞ്ഞിട്ടല്ലേ സാറിൻ്റെ അച്ഛൻ എന്നെ ഇവിടെ ജോലിക്കെടുത്തത്. ഞാൻ വർക്കുകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. 2 ദിവസം പോലും ആയില്ല ഞാൻ ഇവിടേക്ക് വന്നിട്ട്. എന്നിട്ടും എന്നെ കൊണ്ടാവുന്നത് പോലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും സാറ് കാണില്ല. കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. ഇതെൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. സാർ അങ്ങനെ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത് റെഫർ ചെയ്യാഞ്ഞത്. അതിന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പറയണോ? സാറിനും ഇല്ലേ അമ്മയും പെങ്ങളും ഒക്കെ? അവരെ പുറത്തു നിന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ സാറിന് സഹിക്കുമോ? ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്ന നിമിഷം അവളുടെ ചുണ്ടുകൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. എങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെയോ അവൾ അത്രയും പറഞ്ഞിരുന്നു. ഡീ, എൻ്റെ വീട്ടുകാരെ പറയുന്നോ? അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഞാൻ എന്താ സാറിൻ്റെ വീട്ടുകാരെ പറഞ്ഞത്? ഞാനൊരു കാര്യം ചോദിച്ചാൽ സാർ എനിക്കതിന് മറുപടി തരുമോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നാൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവൻ്റെ കാപ്പി കണ്ണുകൾ അതവളെ വല്ലാതെ കുത്തി വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ അതിന് മറുപടി ഒന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്കിലും എന്താണ് അവൾ ചോദിക്കാൻ പോകുന്നത് എന്നുള്ള അർത്ഥമുണ്ടായിരുന്നു അവൻ്റെ ആ നോട്ടത്തിന്. സാറിന് എന്നെ എത്ര കാലമായി അറിയാം? 5 വർഷം? അവൾ സംശയത്തോട് ചോദിച്ചു. 5 മാസം? അവൾ വീണ്ടും ചോദിച്ചു. പോട്ടെ, 5 ദിവസം? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പേരല്ലാതെ സാറിന് എന്താ എന്നെപ്പറ്റി അറിയാവുന്നത്? അവൾ വീണ്ടും ചോദിച്ചതും അവൻ അതിനൊന്നും മറുപടിയില്ലായിരുന്നു. സാറിന് അറിയുപോലെ ഇല്ലാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു? അത് ചോദിക്കുമ്പോൾ അവൾക്ക് പുച്ഛഭാവമായിരുന്നു. നീ എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണോ? അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. കൈയെടുക്കണം. അവൾ തൻ്റെ കൈകളിലേക്ക് നോക്കിയതിനു ശേഷം അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അവനും അത് ഓർക്കുന്നത്. ഇത്ര നേരം അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു അവൻ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അവളുടെ മുൻപിൽ താൻ താഴ്ന്നു പോവുകയാണെന്ന് തോന്നിയതും അവൻ തിരികെ അവളോട് ചോദിച്ചു. ആദ്യം സാർ കൈയെടുക്ക്. അന്യായമായ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവെക്കുന്ന അത്ര ശരിയല്ല, പ്രത്യേകിച്ച് പെൺകുട്ടിയോട് വെറുപ്പുള്ള ഒരാൾ. അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് എനിക്കതിൻ്റെ റിപ്പോർട്ട് ടേബിളിൽ കിട്ടിയിരിക്കണം. അതിനു മുൻപേ നിനക്ക് തയ്യാറാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ തയ്യാറാക്കിയിട്ട് ഈ ഓഫീസിൽ നിന്നും പോയാൽ മതി. അവൻ ദേഷ്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ തൻ്റെ സീറ്റിലേക്ക് നടന്നു. അവൻ അവളുടെ മുൻപിൽ ആകെ നാണം കെട്ടുപോയിരുന്നു. അതിൻ്റെ ദേഷ്യം കൊണ്ടായിരുന്നു അവൻ പറഞ്ഞതും. അവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അവൾ ഒന്നും മിണ്ടിയതുമില്ല. അവൻ ദേഷ്യത്തോട് അവൻ്റെ സീറ്റിലേക്കിരുന്നു. ഛേ, ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ മുൻപിൽ താൻ നാണം കെടേണ്ടി വന്നത്, അതും എൻ്റെ വെറൊരു സെക്രട്ടറിയുടെ മുൻപിൽ. അവൻ സ്വയം കൈ മുഷ്ടി ചുരുട്ടി ടേബിളിലേക്ക് ഇടിച്ചു. എന്നാൽ അവൾക്ക് ദേഷ്യമോ പരിഹാസമോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് സങ്കടമായിരുന്നു. തനിക്ക് അറിയാത്ത ഒരാൾ, താൻ എന്താണെന്നും താൻ ഏതാണെന്നോ അയാൾക്കറിയില്ല. അയാൾ തൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ അഴിഞ്ഞാട്ടക്കാരി എന്ന് വിളിച്ചിരിക്കുന്നു. ഇന്ന് വരെയും അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് വരെയും മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ. അവൾക്ക് ഓരോന്നോർത്തതും തല വേദനിക്കുന്നത് പോലെ തോന്നി. ആമിയ! പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു വിളി കേട്ടതും അവൾ സംശയത്തോടെ തല ഉയർത്തി നോക്കി. രജേന്ദ്രനെ കണ്ടതും അവൾ പെട്ടെന്ന് തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. എന്തു പറ്റി? എന്തോ ഒരു വിഷമം പോലെ, എന്തെങ്കിലും വയ്യായികയോ മറ്റോ? അയാൾ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് തലവേദനിക്കുന്നു സർ. അവൾ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. താനായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അയാളെ അറിയിക്കേണ്ട എന്ന് അവൾക്ക് തോന്നി. താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അച്ഛനും മോനും തമ്മിലുള്ളൊരു പ്രശ്നമായി മാറുമോ എന്നും അവൾ പെട്ടെന്ന് ചിന്തിച്ചിരുന്നു. ഞാനിന്ന് വരാൻ കുറച്ച് ലേറ്റായി. എന്തു പറ്റി തനിക്ക് പെട്ടെന്നൊരു തലവേദന വരാൻ? പനിയാണോ? അയാൾ വീണ്ടും ചോദിച്ചു.
സത്യം പറഞ്ഞ അയാളുടെ ഓരോ ചോദ്യം കേട്ട് അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. ചോദിക്കുന്നത് മറ്റൊരാളോട് പോലെയാണെങ്കിൽ പോലും ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആള് ഒരു സ്റ്റാഫിനോട് എന്ത് കാര്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് അവൾക്ക് തോന്നിപ്പോയി. സാധാരണയുള്ള ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യം പോലും അയാൾ തന്നിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയതും അവൾക്ക് എന്തോ ഒരു അടുപ്പം അയാളോട് തോന്നുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല സർ, അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു. നല്ല തലവേദനയാണെങ്കിൽ തരുന്ന ലീവ് എടുത്തോളൂ, നാളെ വന്നാൽ മതി, അവനോട് ഞാൻ പറഞ്ഞോളാം. അയാൾ അവളെ നോക്കി മറുപടി പറഞ്ഞു. പെട്ടെന്നാണ് അയാൻ പറഞ്ഞ കാര്യം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് എനിക്കിതിൻ്റെ റിപ്പോർട്ട് ടേബിളിൽ കിട്ടിയിരിക്കണം. അതിനു മുൻപേ നിനക്ക് തയ്യാറാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ തയ്യാറാക്കിയിട്ട് ഈ ഓഫീസിൽ നിന്നും പോയാൽ മതി. അത് സർ, എനിക്ക് ഫുൾ ഡേ ലീവ് വേണ്ട, പകരം ഒരു ഹാഫ് ഡേ എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി. എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ ഒട്ടും ഓക്കെ അല്ലെന്ന് അയാൾക്ക് തോന്നി. ആമിയ, അയാൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും? അയാൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സർ, അവൾ വീണ്ടും അയാളെ നോക്കി മറുപടി പറഞ്ഞു. ഓക്കെ, എങ്കിൽ ആമിയ ഹാഫ് ഡേ ലീവ് എടുത്തോളൂ, ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. അയാൾ പറഞ്ഞതും അവൾ തലയാട്ടി. പിന്നെ അവിടെ നിന്നും ഇറങ്ങി. എവിടെ പോകുക? അവൾ ബാഗൊന്നും എടുക്കാതെ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതും അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് സാറിനോടൊന്ന് പറയാൻ. അവൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആദിയെ നോക്കി അയാളോട് പറഞ്ഞു. ആദ്യം അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ അവളോട് സംസാരിക്കുന്നത് അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ അവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് അവൻ കരുതിയത്. അവനോട് ഞാൻ പറഞ്ഞോളാം, കുട്ടി പൊയ്ക്കോളൂ. അയാൾ പറഞ്ഞതും അവൾ ആദിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ തിരികെ. പിന്നെ തൻ്റെ ബാഗും എടുത്ത് അവൾ അവിടെ നിന്നും ഇറങ്ങി. അയാൾ നേരെ പോയത് ആദിയുടെ അടുത്തേക്കായിരുന്നു. ആദി, അയാൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. നീ ആ കുട്ടിയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അയാൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അയാളെ നോക്കി. അല്ല, ആ കുട്ടിക്ക് എന്തോ വിഷമമുള്ളതുപോലെ തോന്നി. നീ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അച്ഛൻ എന്താ അവളുടെ കാര്യത്തിൽ ഇത്ര സോഫ്റ്റ് കോർണർ? ഇവിടെയുള്ള മറ്റൊരു സ്റ്റാഫിൻ്റെ കാര്യത്തിലും ഞാനിതൊന്നും കാണാറില്ലല്ലോ. അത് കേട്ട് അവൻ ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു. എനിക്ക് എല്ലാ സ്റ്റാഫുകളും ഒരുപോലെ തന്നെയാണ് ആദി. അയാൾ ചെറുചിരിയോടെ അവനോടത് പറഞ്ഞിട്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും അയാളുടെ റൂമിലേക്ക് നടന്നു. സർ, അയാൾ ചെന്ന് അവിടെ ഇരുന്നതും അയാളുടെ സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ അകത്തേക്ക് കയറി വന്നു. ആ സുനിൽ, ഇന്ന് കുറച്ച് താമസിച്ചു പോയടോ. സ്റ്റാഫുകൾക്ക് മാതൃകയാവേണ്ട ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ തന്നെ ഇന്ന് ലേറ്റായി. പ്രായം കൂടി വരികയാണല്ലോ, അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കൂട്ടൊന്നും രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അയാൾ സെക്രട്ടറിയായ സുനിലിനെ നോക്കി മറുപടി പറഞ്ഞു. അതിനയാളൊന്ന് പുഞ്ചിരിച്ചു. അല്ല, സുനിൽ എന്താ എന്നോട് പറയാൻ വന്നത്? അയാൾ സംശയത്തോടെ സുനിലിനോട് ചോദിച്ചു. അത് സർ, ഇന്ന് അയാൻ സാറിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്ന പെൺകുട്ടിയില്ലേ, അതിനോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രാവിലെ ചൂടായി. സുനിൽ അയാളെ നോക്കി മറുപടി പറഞ്ഞു. വാട്ട്? അയാൾ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. സുനിൽ രാവിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അയാളോട് പറഞ്ഞു. അത് കേട്ടതും വിനയചന്ദ്രൻ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി. ആദി, അയാൾ ദേഷ്യത്തോടെ വിളിച്ചു. അത് കേട്ടത് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അവൻ തല ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നെന്താ ഇവിടെ പ്രശ്നം നടന്നത്? അയാൾ ദേഷ്യത്തോട് ചോദിച്ചു. എന്ത് പ്രശ്നം? ഇവിടെ എന്ത് പ്രശ്നം നടന്നെന്നാ പറയുന്നത്? അവനും തിരികെ അതുപോലെ ചോദിച്ചു. നീയും ആമിയയും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? അയാൾ വീണ്ടും അവനോട് ചോദിച്ചു. അത് ഞാനും എൻ്റെ സെക്രട്ടറിയും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം അവൾ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് വഴക്ക് പറയേണ്ടി വന്നു. സെക്രട്ടറിയുടെ ജോലി ചെയ്യാനല്ലേ അവളെ അച്ഛൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് പുച്ഛഭാവമായിരുന്നു. അവളായിരിക്കും എല്ലാം പറഞ്ഞതല്ലേ? അവൻ വീണ്ടും അയാളോട് ചോദിച്ചു. അവൾ ചെയ്തില്ല എന്ന് കരുതി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളിങ്ങനെ പരിഹസിക്കുകയാണോ നീ ചെയ്യേണ്ടത്? ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അയാൾ വീണ്ടും അവനോട് പറഞ്ഞു. അവളെല്ലാം തികഞ്ഞവളായതുകൊണ്ടാണല്ലോ അച്ഛൻ ഇവിടെ സെക്രട്ടറി ആയിട്ട് അവളെ എടുത്തത്. ആദ്യം മുതലേ അവളെ പഠിപ്പിക്കാൻ ഞാനെന്താ അവളുടെ സാറും അവളെൻ്റെ കുട്ടിയാണോ? അവൻ വീണ്ടും അയാളോട് ചോദിച്ചു. ആദി, അയാൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചു. ആ കുട്ടിയല്ല എന്നോട് ഇതൊന്നും പറഞ്ഞത്. തലവേദനയുടെ കാര്യം എത്ര ചോദിച്ചിട്ടും ആ കുട്ടി എന്നോട് പറഞ്ഞില്ല. അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ആദി, ആ കുട്ടി ഒരു പാവമാണ്. നീ അവളെ പരിഗണിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇപ്പം തന്നെ നീ ആ കുട്ടിയെ വിളിച്ച് സോറി പറയണം. അയാൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. അച്ഛൻ എന്തിനാ ഇങ്ങനെ അവളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കുന്നത്? അതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ട്. ഞാൻ അച്ഛൻ്റെ മകനാണ്, അവൾ വെറൊരു സെക്രട്ടറിയും. തെറ്റ് കണ്ടാൽ ഞാൻ ചിലപ്പോൾ അവളെ വഴക്ക് പറയും. അതിപ്പോൾ ഇവിടുത്തെ ഏത് സ്റ്റാഫാണെങ്കിലും ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ. അവളെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്നോട് ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം എന്ത് ബന്ധമാണ് അച്ഛനും അവളും തമ്മിലുള്ളത്? അവനാകെ ദേഷ്യം വന്നിരുന്നു. ആദി, അയാൾ വീണ്ടും ദേഷ്യത്തോടെ അവനെ വിളിച്ചു. അച്ഛൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അവളോട് സോറി പറയാൻ പോകുന്നില്ല. അച്ഛൻ്റെ വാക്കിന് വില തന്നതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ അവളോട് സോറി പറഞ്ഞത്. ഇതവളുടെ ഭാഗത്തെ തെറ്റാണ്. അതിനവളെ വഴക്ക് പറഞ്ഞു എന്ന് കരുതി എനിക്ക് സോറി പറയാൻ പറ്റില്ല. അവനും അയാളോട് പറഞ്ഞു. അതിനൊന്നും മറുപടി പറയാതെ അയാളെ അവനെ ഒന്ന് നോക്കിയതിന് ശേഷം തൻ്റെ മുറിയിലേക്ക് പോയി. ആദി തലയ്ക്ക് കയ്യും കൊടുത്ത് തൻ്റെ സീറ്റിലേക്കിരുന്നു.
അവൾ ഒറ്റൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം. അവൾ കാരണം ഇപ്പോൾ സ്ഥിരമായിട്ട് അച്ഛൻ്റെ മുൻപിൽ താൻ നാണം കെടേണ്ടി വരുന്ന അവസ്ഥയാണ്. ഒരു ലേഡി സെക്രട്ടറി. അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി ടേബിളിലേക്ക് ഇടിച്ചു. അവൾ അവിടെ നിന്നും നേരെ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. തന്നെ ആരാണ് ഈ നമ്പറിൽ വിളിക്കാനുള്ളത് എന്നുള്ള സംശയത്തോടെ അവൾ തൻ്റെ കോൾ എടുത്തു. ഡിസ്പ്ലേയിൽ വിനയചന്ദ്രൻ എന്ന് കണ്ടതും അവൾ പെട്ടെന്ന് ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചു. ആമിയ, അയാൾ മറുവശത്ത് നിന്നും വിളിച്ചു. സർ. അവളും തിരികെ വിളിച്ചു. ആമിയപ്പോൾ എവിടെയാ? അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ വന്നതാണ് സർ. അവൾ അയാളെ നോക്കി മറുപടി പറഞ്ഞു. തൻ്റെ തലവേദനയുടെ കാരണം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അയാൾ പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു. അവന് വേണ്ടി കുട്ടിയോട് ഞാൻ മാപ്പ് പറയുകയാണ്. ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്തിനാണ് അവൻ തന്നോട് ദേഷ്യപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് തനിക്കാണെന്നറിയാം. അതുകൊണ്ട് അതിനുവേണ്ടി അവൻ്റെ അച്ഛനായ ഞാൻ തന്നെ തന്നോട് മാപ്പ് ചോദിക്കുകയാണ്. അയാൾ അവളോട് പറഞ്ഞതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. അയ്യോ സാർ എന്നോട് മാപ്പ് ചോദിക്കരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ കണ്ട ദൈവത്തെ പോലെയാണ് സാറിനെ കരുതുന്നത്. ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ ഒരിക്കലും കരുതിയില്ല എനിക്ക് ഈ ജോലി കിട്ടുമെന്ന്. 3 മാസം വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത്രയും വലിയ കമ്പനിയിൽ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത വിശ്വാസത്തോടെ എന്നെ അവിടുത്തെ സ്റ്റാഫാക്കി നിർത്തി. ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും കരുതാത്ത ഒരു സാലറിയാണ് സാർ എനിക്ക് വാഗ്ദാനം ചെയ്തത്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെ പോലെയാണ് ഞാൻ സാറിനെ കാണുന്നത്. അതുകൊണ്ട് സാർ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ സാറിൻ്റെ മകൻ എന്നെ അപമാനിച്ചതിലല്ല എനിക്ക് വിഷമം വന്നത്. അതിപ്പോൾ ഏത് സ്റ്റാഫിനോടാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ പറയണം. പക്ഷെ സാറിൻ്റെ മകൻ എന്നെ വിളിച്ചൊരു പേരുണ്ട്. അതിലാ സാർ ഞാൻ തകർന്നു പോയത്. ഒരിക്കലും ഞാനങ്ങനെ നടന്നിട്ടില്ല. എൻ്റെ 27 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും അങ്ങനൊരു പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായി ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ വിളിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയിരുന്നു.